ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 89 റിവ്യൂ ആണ്. അപ്പൊ ഈ 89 എപ്പിസോഡ് കൊണ്ടുപോയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, വൺ ആൻഡ് ഓൺലി അർജുൻ. അയ്യോ, ഇത് ലൈക്ക് അർജുന്റെ ദിവസമായിരുന്നു, അർജുന്റെ എപ്പിസോഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഇന്നൊരു പരിപാടി രാവിലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് എണ്ണം കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് രാവിലെ എല്ലാവരും മറ്റേ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഋഷി മറ്റേ ഭ്രാന്ത് പിടിച്ചാണൊക്കെ ഇന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. എന്തോ പറ്റി ചെറുക്കൻ, എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. മറ്റേ ബിഗ് ബോസിനകത്ത് ഗുളിക കൊടുക്കുന്നുണ്ട് എന്നൊരു പരിപാടിയൊക്കെ നമ്മൾ കേട്ടല്ലോ. ഇനി അങ്ങനെ വല്ല ഗുളിക വല്ല മാറി എന്തെങ്കിലും ഋഷിക്ക് കൊടുത്തോ എനിക്കറിയത്തില്ല. മറ്റേ ഭ്രാന്ത് പിടിച്ചാണൊക്കെയാ ചെറുക്കൻ രാവിലെ ഡാൻസ് കളിക്കുന്ന കണ്ടത്. എന്തായാലും അത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അണ്ണൻ ഒരു പരിപാടി കൊടുക്കുന്നുണ്ട്, പരകായ പ്രവേശനം. അതായത് ഇപ്പം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ജിൻഡോ ജാസ്മിനായിട്ട് അഭിനയിക്കുക, അങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് മാറി മറ്റൊരാളുടെ ക്യാരക്ടറായിട്ട് അഭിനയിച്ച് കാണിക്കുക. അങ്ങനെ ഒരു പരിപാടി അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഉച്ച വരെ ഇവർ ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ അതുവഴി നടക്കുക. എന്നിട്ട് പോരായ്മകളും, അതായത് ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അർജുൻ നോറയായിട്ട് അഭിനയിക്കുന്നത് അത് ബിഗ് ബോസ് തന്നെ കൊടുക്കുന്നതാണ്, ഇന്ന ആളാവാൻ പറഞ്ഞിട്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്ന അർജുൻ നോറയാവണം, ജാസ്മിൻ സിജോ ആവണം, സിജോ ശ്രീതു ആവണം, ജിൻഡോ ജാസ്മിൻ ആവണം, ശ്രീതു അർജുൻ ആവണം, ഋഷി ജിൻഡോ ആവണം, അബി ഋഷി ആവണം, നോറ അബി ആവണം. അപ്പൊ ഇങ്ങനെ ക്യാരക്ടർ സ്വിച്ച് ചെയ്ത് കളിക്കാനാണ് നമ്മുടെ ബിഗ് ബോസ് എണ്ണം പറയുന്നത്. അപ്പൊ നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മറ്റൊരാളുടെ പോരായ്മകളും അതുപോലെ അയാളുടെ ഗുഡ് ക്വാളിറ്റീസ്, നല്ല കാര്യങ്ങളും പറയണം, നല്ല കാര്യങ്ങളും കാണിക്കണം. ഇത് രണ്ടും കാണിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നത്തെ ലൈവ് കണ്ടില്ല. എപ്പിസോഡിനകത്താണെങ്കിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അവിടെ ആരും കാണിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല എന്തായാലും. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി അവിടെ കൊടുക്കുകയാണ്. ഈ പരിപാടിയിൽ ഞാൻ പറയാലോ, മൊത്തത്തിൽ പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ തന്നെ പറയാം, അർജുൻ നോറയായിട്ട് അഭിനയിച്ചുണ്ടല്ലോ. നോറ എന്താണോ എനിക്ക് തോന്നുന്നു അതിന്റെ ഡബിൾ ഇരട്ടി ലൈക്ക് എന്റർടൈനിങ് ആയി. നമ്മള് ഇതായിരുന്നു അവിടെ മിസ്സായി കിടന്നിരുന്ന ഒരു സാധനം. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അവിടെ നമുക്ക് വേണ്ടിയിരുന്നത്. നമുക്കൊന്ന് എൻജോയ് ചെയ്യണം, ഒന്ന് ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിട്ടുന്നത് ഇപ്പോഴൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു രക്ഷയില്ല. അർജുൻ കൊണ്ടുപോയി. അർജുൻ നോറയായിട്ട് മറ്റേ എന്താ പറയണ്ട അതിന്, ലൈക്ക് ഹി വാസ് ഡൂയിങ്. അവനൊരു അർജുൻ തന്നെ അർജുന്റെ കരിയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഹി നീഡ് ടു ബിക്കം ആൻ ആക്ടർ എന്നൊക്കെ. അയ്യോ, ആക്ടറിന് പറ്റിയൊരു പരിപാടിയാണ് കേട്ടോ. നല്ല കാലക്കനായിട്ട് പറ്റിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച അളിയൻ പൊളിച്ചു കളഞ്ഞു നല്ല രീതിയിൽ. അതൊരു രക്ഷയില്ലായിരുന്നു. ഒരു സ്റ്റെപ്പ് മേളിലോട്ട് പോയെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒന്നും കുറഞ്ഞിട്ടില്ല എന്തായാലും. അപ്പൊ എന്തായാലും ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ നോറ അർജുൻ. ഈ നോറ അർജുൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, പരകായ പ്രവേശനമാണ് ഇന്ന് കുറെ നേരത്തേക്ക്. അപ്പൊ ഈ നോറ അർജുൻ എന്ന് പറയുമ്പോൾ നോറയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ അർജുൻ, അതുപോലെ തന്നെ അർജുനായിട്ട് അഭിനയിക്കുന്നത് ശ്രീതു. ഇവരുടെ ഒരു സംസാരം, കോൺവെർസേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ബാത്റൂമിന്റെ സൈഡിൽ. അവിടെ പറയുന്നത് യമുന ചേച്ചി, ആദ്യത്തെ കാര്യം നോറയുടെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, മറ്റേ എന്താണ് ശരിക്കുള്ള നോറയുടെ പരിപാടി ഉണ്ടല്ലോ, പഴയ കാര്യങ്ങൾ പിന്നെയും പറയുന്നത്. ആ ഒരു പരിപാടിയാണ്. ഫസ്റ്റ് ആദ്യത്തെ ദിവസം യമുന ചേച്ചി ചായക്ക് പഞ്ചാര ഇട്ടില്ല, മൂന്നാം ദിവസം ഞാൻ മുട്ട പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വഴക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നോറയായിട്ട് അഭിനയിക്കുന്ന അർജുൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നോറ കുഞ്ഞ് ശ്രീധുവിനോട് സംസാരിക്കുന്നു. അതായത് അർജുൻ നമ്മുടെ സിജോയോട് സംസാരിക്കുന്നു. അതായത് സിജോ ഉണ്ടാക്കുന്ന മുട്ടയുടെ മഞ്ഞക്കുരു, ഒരു പ്രാവശ്യം മുട്ട ഉണ്ടാക്കിയപ്പോൾ ആ മഞ്ഞക്കുരു അങ്ങ് പൊട്ടിപ്പോയി. അതും പറഞ്ഞ് സിജോ എന്റെ നേരെ ചാടുന്നു എന്നൊക്കെ പറഞ്ഞ് രസമുള്ള കോൺവെർസേഷൻ ഇന്ന് കണ്ടു അവരുടെ. അത് പറയുന്നത് സിജോ അടുക്കലാണ്. സിജോ അവിടെ ശ്രീധുവായിട്ട് അഭിനയിക്കുകയാണ്, പക്ഷെ സിജോ അടുക്കലാണ് ഇത് പറയുന്നത്. അതൊക്കെയാണ് രസം. നല്ല രസമായിരുന്നു എന്തായാലും അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ. അതിനുശേഷം നമ്മുടെ ജാസ്മിൻ ജിൻഡോയുടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ജാസ്മിൻ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ ചേട്ടനായിട്ട് അഭിനയിക്കുന്ന ഋഷിയും ജാസ്മിനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ ജിൻഡോ ചേട്ടനും തമ്മിലൊരു ചെറിയ കോൺവെർസേഷൻ ഉണ്ട്. അതിനകത്ത് സംസാരിക്കുന്നത് നമ്മുടെ ഗബ്രിയായിട്ട് വാഴത്തോട്ടത്തിൽ ഇരിക്കുന്ന കാര്യം, അങ്ങനത്തെ കുറെ സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കേണ്ടത് എങ്ങനെയാണോ അവരെ കാണിക്കാനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന ജാസ്മിനായിട്ട് ജിൻഡോ ചേട്ടൻ അഭിനയിക്കുമ്പോൾ ഗബ്രിയുടെ പേര് ഓൾറെഡി ജാസ്മിൻ എപ്പോഴും പറയുന്നതാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. സോ ആ സാധനം ജിൻഡോ ചേട്ടൻ ഇടുന്നത് ഞാൻ കണ്ടു. കുഴപ്പമില്ല, അത് ജിൻഡോ ചേട്ടൻ ഇടാം, കാരണം ജാസ്മിൻ അത് പറയുന്നതാണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ വേണ്ട ജിൻഡോ ചേട്ടൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. കാരണം ഇപ്പം എൻഡായി. ഇനിയും നമ്മൾ ജാസ്മിനെ കാണിക്കുമ്പോഴത്തേക്ക് ഈ ചപ്രിയുടെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അത്, ഒരു കാര്യമില്ല. അപ്പൊ മറ്റേ ഒതുങ്ങി വീട്ടിൽ കയറി ഇരിക്കാന്നാ കേട്ടത്, വിട്ട് കളയുക പുതിയ. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ടല്ലോ, ഇന്നത്തെ ഈ ഒരു ഫുൾ ടാസ്കിനകത്ത് ഇന്നലത്തേനകത്ത് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് എ ഗെയിമർ അതൊരു ഗെയിമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വിട്ടു. പക്ഷെ ഇന്നത്തേനകത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ജിൻഡോ ചേട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉള്ള കാര്യം ഞാൻ അതേപോലെ പറയും, നിങ്ങൾക്ക് അറിയാം.
എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എപ്പോഴും ജിൻഡോ ചേട്ടന്റെ എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടൻഷ്യൽ ജിൻഡോ ചേട്ടൻ ഇടും കഴിയുന്നു. പക്ഷെ ഇന്ന് അത്രയ്ക്കൊന്നും കണ്ടില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ അതും കൂടെ കേട്ട് സ്കോർ ചെയ്തത് നമ്മുടെ അർജുൻ നോറയായിട്ട് അഭിനയിച്ചപ്പോൾ അതാണ് കൊണ്ടുപോയത്. പിന്നെ നമ്മുടെ ജാസ്മിൻ ആരായിട്ടു? ജാസ്മിൻ എനിക്ക് തോന്നുന്നു ഇവിടെ സിജു ആയിട്ടാണ് അഭിനയിച്ചത്. അത് അടിപൊളിയായിട്ട് ജാസ്മിൻ ചെയ്തു കേട്ടോ. ചെയ്തില്ല ഉള്ള കാര്യം നമ്മൾ അതുപോലെ തന്നെ പറയണം. ആരെയും നമ്മൾ താത്തി കെട്ടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനത് ചെയ്യും. ജാസ്മിൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പരിപാടിക്കകത്ത് ജാസ്മിൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നോറ എടുക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയി, നമ്മുടെ നോറ എടുക്കലേക്ക് നമ്മുടെ ബിഗ് ബോസ് അതിന്റെ ഇടയ്ക്ക് നോറ ചെന്നിട്ട്, നോറയായിട്ട് അഭിനയിക്കുന്ന അർജുൻ ചെന്നിട്ട് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ പറയുന്നുണ്ട് ബിഗ് ബോസ് കരഞ്ഞോണ്ടൊക്കെയാ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കരച്ചിലുണ്ട്. നോറ എങ്ങനെയാണല്ലോ, അപ്പൊ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ക്യാമറയിൽ ചെന്നിട്ട് ബിഗ് ബോസ് എനിക്ക് കൺഫെഷൻ റൂമിൽ പറഞ്ഞാൽ എനിക്ക് സംസാരിക്കണം നിങ്ങളോടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും നോറ വരൂ, കൺഫെഷൻ റൂമിലേക്ക് വരൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരിക്കുള്ള നോറയും നോറയായിട്ട് അഭിനയിക്കുന്ന അർജുനും രണ്ടുപേരും ഓടി ചെല്ലുകയാണ്. എന്നിട്ട് രസമായിട്ട് എനിക്ക് തോന്നി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കുള്ള നോറ, ഞാനല്ല നോറ, നീ അല്ലല്ലോ നോറ, എന്നെയാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് നോറ അവിടെ. അപ്പത്തേക്ക് അർജുൻ മറ്റേ തട്ടി മാറ്റി അകത്ത്. ശരിക്കും അർജുനെയാണ് വിളിച്ചത്, നോറയായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് ആ സമയത്ത് പുള്ളിയാണല്ലോ നോറ. അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അകത്തിരുന്നുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട് ബിഗ് ബോസുമായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഞാനത് നിങ്ങളിപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ രാത്രി തന്നെയാണ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് അത് ചെയ്യുന്നതെങ്കിലും മിക്കവാറും എഡിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് രാത്രിയാവും. 12 മണി കഴിയുന്നുണ്ട്. ഞാൻ രാവിലെ ആയിരിക്കും ഇടുന്നത്. പക്ഷെ എപ്പിസോഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് നിങ്ങൾ കൂടുതലും പേര് കണ്ടായിരിക്കും. അപ്പൊ കാണാത്തവരൊന്ന് നോക്കുക. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. വേണമെങ്കിൽ ഞാനതൊരു പറഞ്ഞതാണ്. ഞാൻ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ചിലവർ കാണുമല്ലോ, പോയി അത് നോക്കി മറ്റേ തപ്പാനുള്ള ഒരു മടിയൊക്കെ കാണും. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. നോക്കട്ടെ. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തുള്ള കോൺവെർസേഷനകത്ത് എനിക്കൊരു കള്ളത്തരം ഫീൽ ചെയ്തു. കള്ളത്തരം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സാധനം ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് അത് സംസാരിക്കാം. ഒന്ന് കണ്ടു നോക്കിയേ. പോയി ലിപ്സ്റ്റിക് ഇട്ട് ആത്മവിശ്വാസം കൂട്ടൂ. അതിന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അർജുൻ അകത്തിരുന്നുള്ള ഒരു കുഞ്ഞു കോൺവെർസേഷൻ. അപ്പൊ ഇതിനകത്ത് അർജുൻ പറയുന്നുണ്ട്, നോറയായിട്ട് അഭിനയിക്കുന്ന അർജുൻ പറയുന്നു, നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ് എന്നൊരു സാധനം, ഒരു കുഞ്ഞ് ആ ഒരു സാധനമേ ഉള്ളൂ. അപ്പൊ അത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തത്, ഇതിന് മുമ്പ് ശരിക്കും ഒരു പ്രാവശ്യം ശരിക്കുള്ള നമ്മുടെ നോറക്കുട്ടി ഈ കൺഫെഷൻ റൂമിനകത്തിരുന്ന് ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. ബിഗ് ബോസുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് ബിഗ് ബോസ് നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ് എന്നുള്ള ഒരു സാധനം പറയുന്നുണ്ട് ഒരു തവണ. അത് അർജുൻ ഇവിടെ പറഞ്ഞു. അത് ബിഗ് ബോസിനകത്ത് കൺഫെഷൻ റൂമിനകത്ത് പറയുന്നതാണ് നമ്മുടെ നോറക്കൊച്ച്. കൺഫെഷൻ റൂമിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസും അതുപോലെ ജനങ്ങളും മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ നോറക്കുട്ടി അതിനകത്തിരുന്ന് പറഞ്ഞ കാര്യം എങ്ങനെ അർജുൻ അറിഞ്ഞു? അതും ആ ഒരു പോയിന്റ്. ബാക്കി അവിടെ നടക്കുന്നത് എന്തും അർജുൻ പറഞ്ഞാലും കുഴപ്പമില്ല, ഓക്കെ, അവിടെ നടക്കുന്നതാണ്, നോറ കാണിക്കുന്നതൊക്കെ അവർ കാണുന്നതാണ്. ഇത് കാണാത്തൊരു കാര്യം, അതും കറക്റ്റ് പോയിന്റ്. എങ്ങനെ ആ ഒരു വേർഡ്, അത് നിങ്ങൾ ചിലപ്പോൾ പറയായിരിക്കും, ചിലപ്പോൾ അത് ഇപ്പൊ അങ്ങനെ പറയാലോ, ഒരാൾക്ക് മാത്രമല്ലല്ലോ, അത് വേറൊരാൾക്കും പറയാമായിരിക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് അതൊരു ഡൗട്ട് വന്നു. അതും ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ആ സെയിം വേർഡ് ഇതിന് മുമ്പ് ബിഗ് ബോസുമായിട്ട് കൺഫെഷൻ റൂമിൽ നോറ ഇരുന്ന് ഒരു ടോക്കിന്റെ ഇടയ്ക്ക് എൻഡ് ചെയ്തപ്പോൾ പറഞ്ഞ സെയിം ആ വേർഡ് എങ്ങനെ വന്നു എന്നുള്ളൊരു സംശയം എനിക്ക് വന്നു. എനിക്കിനി അറിയത്തില്ല, ഇനി ചിലപ്പോൾ ഇനിയും കൺഫെഷൻ റൂമിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഇനിയും ചിലപ്പോൾ ഇനിയും അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയും ബാക്കിയുള്ളവരെയും കാണിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് എന്നോട് പറയണം. എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ അധികം മറ്റേ ബിഗ് ബോസ് എപ്പോഴും ഇരുന്ന് കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. ഈ ഒരു സീസണാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇനി അങ്ങനെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല എങ്കിൽ ഇവർ ഈ കാണിച്ചതിനകത്ത് എന്തോ ഒരു കള്ളക്കളിയുണ്ട്. അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുത്തെ കണ്ടസ്റ്റൻസിനെ ഇവർ അറിയിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. ഞാൻ ഉള്ളത് പറയുകയാണ്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എനിക്കത് മനസ്സിലാക്കണം. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ നോറയായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ അർജുൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ അഭിനയിക്കുന്നത് സിജോ ആയിട്ടാണ്. സിജോ കിച്ചണിലാണല്ലോ, മെയിൻ കിച്ചണിന്റെ ഒരു ടീം ഹെഡൊക്കെ ആണല്ലോ. അപ്പൊ ഇവര് അകത്ത് നിൽക്കാൻ നേരത്ത് നമ്മുടെ നോറ സിജോയുടെ, അത് കോമഡി ആയിട്ടാണ്, സിജോ ആയിട്ട് അഭിനയിക്കുന്ന ജാസ്മിന്റെ അടുക്ക പറയുന്നു, ഇവിടെ തീയില്ല സിജോ ചേട്ടാ, ഇത്തിരി തീ തരൂ എന്നൊക്കെ പറയുമ്പോ, പിന്നെന്താ ഞാൻ തീ തുപ്പിത്തരാലോ എന്നൊക്കെ പറഞ്ഞ് മറ്റേ തീ ഊതി കോമഡി. സിജോ മറ്റേ തീ തുപ്പുന്ന ഒരു ഐറ്റം ആണല്ലോ, തീയാണല്ലോ സിജോ. അപ്പൊ ആ സാധനമൊക്കെ പറഞ്ഞ് നല്ല കോമിക് ആയിട്ട് അവരത് കൊണ്ടുപോകുന്നുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും. അപ്പൊ അങ്ങനെ കുറെ നേരം ഈ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ
അർജുൻ നോറയായിട്ട് അഭിനയിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ബ്രില്യന്റ് ആണ് ബിഗ് ബോസ്, ഞാൻ ബ്രില്യന്റ് ആണ്, ഞാൻ മറ്റേ എന്താണ് ടാലന്റഡ് ആണ്, ഞാൻ ഭയങ്കര, ഇത് കുറെ തവണ പറയുന്നത് കേട്ടു. എന്തായാലും കൊള്ളാം, നോറ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്ന സാധനമാണ്. പിന്നെ മറ്റേ ബിഗ് ബോസ് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, കഥകൾ പറയുന്നു, അത് കൂടാതെ കരച്ചില്, നമ്മുടെ സിജോ ഇടയ്ക്കൊന്ന് തൊട്ടു, അതായത് ജാസ്മിൻ സിജോയായിട്ട് അഭിനയിക്കുകയാണല്ലോ, അപ്പം സിജോ തൊട്ടു എന്നും പറഞ്ഞ് ഓടിക്കൂവി കരഞ്ഞോണ്ടൊക്കെ പോകുന്ന ഞാൻ കണ്ടു. ആ ഒരു സാധനത്തിനിടയ്ക്ക് നമ്മുടെ ശരിക്കുള്ള നോറ പുറത്ത് പറഞ്ഞുകൊണ്ട് പോകുന്നു, ഞാൻ ശരിക്കും കരയുമ്പോഴത്തേക്ക് ഒരാളും ഇതുപോലെ വരാറില്ല, ഇതിപ്പോ എന്തോരം ആൾക്കാരാ അവിടെ എന്നൊക്കെ ശരിക്കുള്ള നോറ അവിടെ പറഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടു. അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ ഇന്നൊരു പോയിന്റ് വെച്ചിട്ട് നമ്മുടെ ശരിക്കുള്ള അർജുൻ നോറയായിട്ട് അഭിനയിക്കുന്നു, അതല്ലാതെ ഈ ഒരു പരിപാടി കഴിയും, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരിപാടി കഴിയുന്നുണ്ട്, ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇന്ന് നമ്മുടെ ഉർവശി ചേച്ചി വരുന്നുണ്ടായിരുന്നു ഒരു പടത്തിന്റെ പ്രൊമോഷന്. ചേച്ചി വന്നപ്പോഴത്തേക്ക് ചേച്ചി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് പടത്തിന്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട്, അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ എന്ന് ചോദിച്ചു. ചോദിച്ച ഉടനെ തന്നെ നമ്മുടെ ജാസ്മിൻ കുഞ്ഞ് വന്നിട്ട്, എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചി, എനിക്ക് പോകണം, മതി 100 ദിവസമൊക്കെ ആവാറായല്ലോ, എനിക്കിനി നിൽക്കണമെന്നില്ല, എനിക്ക് പോകണം എന്നൊക്കെ ജാസ്മിൻ പറയുന്നു. നോക്ക് ബാക്കി എല്ലാവരും ഇല്ല, കുഴപ്പമില്ല, എനിക്കിനി ഇവിടെ തന്നെ നിൽക്കാൻ പോകാനായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല, കമ്പനി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഉർവശി ചേച്ചി വന്നിട്ട് പടത്തിന്റെ പേര് ഞാൻ മറന്നു, ഒരു പടം നമ്മുടെ പാർവതിയൊക്കെ ആയിട്ടൊന്നും വരുന്നുണ്ട്, വെള്ളപ്പൊക്കത്തിന്റെ എന്തോ ഒരു സീൻ, മഴ പെയ്യുന്നതിന്റെ അങ്ങനത്തെ എന്തോ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു പടം. നമുക്ക് പടത്തിനെ പറ്റി ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അപ്പം അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഉർവശി ചേച്ചി വന്നിട്ട് ഉർവശി ചേച്ചിയെ വെൽക്കം ചെയ്യുമ്പോൾ ബിഗ് ബോസ് വെൽക്കം ചെയ്യുമ്പോഴത്തേക്ക് ഉർവശി ചേച്ചി ഞെട്ടുന്ന കണ്ടു. അതുപോലെ പോകാൻ നേരത്തേക്ക് ബിഗ് ബോസിന്റെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഉർവശി ചേച്ചി പേടിച്ചൊന്ന് ഞെട്ടുന്ന ഞാൻ കണ്ടു കേട്ടോ. എന്തായാലും ആ ഗാംഭീര്യമുള്ള സൗണ്ട് കേട്ടിട്ടായിരിക്കാം, എന്തായാലും പേടിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പോൺസേർഡ് ടാസ്ക് വരുന്നുണ്ട്. സ്പോൺസേർഡ് ടാസ്ക് ഞാനത് പറയാറില്ല, സ്പോൺസേർഡ് ടാസ്കിനെ പറ്റി, അതിന്റെ ആവശ്യമില്ല. കാരണം എന്തിനാണ് വല്ലവനും ഞാൻ മറ്റേ പറഞ്ഞ് ബൂസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം, അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കണ്ടതായിരിക്കും ആ ഒരു ഗെയിം എന്താണെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ട് പറയാൻ പോകുന്നില്ല. പിന്നെ ബാക്കിയുള്ളവർക്കാണെങ്കിലും ഈ സ്പോൺസേർഡ് ടാസ്കിനെ പറ്റി വലുതായിട്ട് അറിയാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗെയിംസിനെ പറ്റി, നല്ല ഗെയിംസിനെ പറ്റി അറിഞ്ഞാൽ പോലെ. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് രാത്രിയിൽ നമ്മുടെ അബി അവിടെ നിന്ന് പറയുന്നുണ്ട്, നോറെ കാണിച്ചത് അടിപൊളിയായിരുന്നു, എല്ലാരും പറയുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ അർജുൻ നോറെ കാണിച്ചപ്പോഴത്തേക്ക്. അപ്പം അതിനുള്ള റീസൺ ആയിട്ട് അബി പറയുന്നത് നോറ ഫുൾ ഉഡായിപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നോറ അബിയായിട്ടാണ് അഭിനയിച്ചത്, നോറയും അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബി ചെയ്യുന്നത് എന്താ, കൂടുതലും നേരം മറ്റേ നമ്മുടെ ബീം ബാഗിൽ കിടക്കുക, അതാണ് നോറയും കൂടുതലും നേരം ചെയ്തത്. പിന്നെ അവിടെ കിടന്ന് 1-2 സ്ഥലത്ത് നോറ ആക്റ്റീവായിട്ട് വരുന്ന കണ്ടു, നോറ നന്നായിട്ട് ചെയ്തു കേട്ടോ. എന്തായാലും അവളെ എനിക്ക് എന്തോ നോക്കി ആയെന്ന് തോന്നി. അപ്പം അബി ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം നോറ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആവുന്ന നേരത്ത് നോറ ഇപ്പൊ കൂടുതലും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് കാണുന്നത്. മിക്കപ്പോഴും ഞാൻ ഇന്നും ഇപ്പം നമ്മളാ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വാതിലിന് അവിടെ നോറ ഇരിക്കുകയാണ്, എന്നിട്ട് മറ്റേ ക്യാമറയിലേക്ക് നോക്കിയാണ് നമ്മളോടാണ് പറയുന്നത്, പിന്നെ ബിഗ് ബോസിനോടും ചോദിക്കുന്നുണ്ട്. അതായത് ബിഗ് ബോസ് ഇവിടെ സ്ത്രീകൾ കുറവായതുകൊണ്ടാണോ നിങ്ങൾ എന്നെ തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് കയറ്റി വിട്ടത്, അവരൊക്കെ അങ്ങനെ പറയുന്നു. എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ നോറ ഇന്ന് എനിക്ക് ഇതുവരായിട്ട് നോറയുടെ മറ്റേ എനിക്ക് ചൊറിഞ്ഞ സ്വഭാവം എനിക്ക് പിടിക്കാറില്ല. ചില സമയത്ത് നോറയുടെ മറ്റേ ചീവീടിന്റെ ഒച്ചയും, പിന്നെ ഞാൻ നേരത്തെ പണ്ടത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നോറ ചില സമയത്ത് നോറ പോയിന്റ് പറയും, അത് വേറെ കാര്യമൊക്കെ, അതൊക്കെ പക്കയായിട്ട് നോറ ചെയ്യാറുണ്ട്. പക്ഷെ എന്തോ എവിടെയോ നോറയുടെ ഈ ചില സമയത്തെ നമുക്ക് സ്വഭാവം കാണുമ്പോഴത്തേക്ക് പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് ദേഷ്യം തോന്നിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹതാപം തോന്നുന്നു ആ കൊച്ചിനോട്. ഇന്ന് അവിടെ ഇരുന്നിട്ട് മറ്റേ ഈ ഒരു സാധനം ചോദിക്കുകയും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അർജുൻ നന്നായിട്ട് ചെയ്തു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതൊക്കെ അർജുൻ അവിടെ കാണിച്ചു എന്നൊക്കെ നോറ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതല്ല പ്രതീക്ഷിച്ചത്, സീരിയസ്ലി ഞാനതല്ല പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചു നോറ അവിടെ ഇരുന്നിട്ട് ഇല്ല ബിഗ് ബോസ് ഞാൻ ഇത്ര ഒന്നും ചെയ്യാറില്ല, എന്നെ അവർ കളിയാക്കി, ഈ ഒരു സാധനം പറയുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാണുമ്പോഴത്തേക്ക് നോറ അവിടെ ഇരുന്നിട്ട് ആ ചെയ്ത അർജുനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അർജുനോട് ചെന്ന് പറയുന്നില്ല, അവൾ ഒറ്റയ്ക്ക് പറയുക അത്. അപ്പൊ എനിക്കൊരു തോട്ട്, എനിക്ക് വന്നൊരു സാധനം എന്താണെന്നറിയോ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻഡോ ചേട്ടനോട് ഇവിടെ സംസാരിക്കുന്ന ഒരു സാധനമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയൊരു കേസ്, എന്തൊക്കെയോ നോറയ്ക്കും ഇച്ചിരി മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി എനിക്ക് തോന്നി അത് ഇന്ന് നോറയ്ക്കും ചില ആളുകൾ, ഞാൻ പറഞ്ഞു നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ കാര്യം നോക്കുമ്പോൾ എന്താണ് ജിൻഡോ ചേട്ടൻ ഇത്രയും ആരാധകർ വരാനുള്ള ഒരു കാരണം, കുറെ PR കുഞ്ഞുങ്ങളുണ്ട്, അത് വേറെ. അതല്ലാത്ത ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇതാണ്, പുള്ളിയുടെ കയ്യിൽ നിന്ന് വലിയ ഗെയിമോ, ഞാൻ പറഞ്ഞില്ല ഇന്നും ഞാനും അധികം ഒന്നും ഇന്ന് പറയാനായിട്ട് ഒന്നും കണ്ടില്ല ജിൻഡോ ചേട്ടൻ. പക്ഷെ ആ വ്യക്തിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ വന്ന ചേഞ്ച്, അത് തന്നെ നോറയിലും എനിക്കിത് കാണാൻ സാധിച്ചു. എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് നോറ. സോ അവരുടെ ലൈഫിൽ അത് ഗുണമാണ്, നമുക്കും അവരോട് ഇഷ്ടം തോന്നും.
എനിക്ക് അങ്ങനെ കേട്ടോ പേഴ്സണലി തോന്നിയത്. എന്തോ നോറയ്ക്ക് കുറെ പേര് ഇനിയും കുറച്ച് വോട്ട് പിന്നെ കിട്ടും എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു, എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. നാളെ ലൈവ് നമുക്ക് കാണാം. എന്തെങ്കിലുമൊക്കെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഒരു ഡീറ്റെയിൽസ് തരാം, ഡീറ്റെയിലിംഗ് പരിപാടി നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരിക. വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങളോടൊരു കാര്യം, മറ്റേ നമ്മുടെ കൺഫെഷൻ റൂമിലെ പരിപാടി, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നും അറിയാമെങ്കിൽ, അങ്ങനെ എനിക്കതെന്തോ അതിനകത്തൊരു തെറ്റുള്ള പോലെ തോന്നി. ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ഭാഗത്തുള്ള തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി അതൊരു കള്ളത്തരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ഇടുക. ഓക്കെ.